വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് ഇനി 1 മാസം കൂടിയേ ഉള്ളൂ അല്ലെ. മാർച്ച് മാസത്തിൽ നമ്മുടെ പരീക്ഷ ഇങ്ങ് എത്തും. അപ്പോഴത്തേക്കും നമുക്ക് എല്ലാ പാഠഭാഗങ്ങളും നന്നായിട്ട് പഠിക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയില്ല ഒരു ക്വസ്റ്റ്യൻ ആണ് കടങ്കഥകൾക്ക് ഉത്തരം പറയുക എന്നുള്ളത്. നമ്മൾ പലതരത്തിലുള്ള കടങ്കഥകൾ പഠിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, അവയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ പഠിച്ചിട്ടുണ്ട്. വീട്ടുപകരണങ്ങളുടെ കടങ്കഥ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പല വസ്തുക്കളെ കുറിച്ചുള്ള കടങ്കഥകളും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് പുതുതായിട്ട് കുറച്ച് കടങ്കഥകൾ പരിചയപ്പെടുത്തി തരികയാണ്. മക്കൾ എന്ത് ചെയ്യണം? അതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം. അപ്പൊ ടീച്ചർ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ബുക്കിൽ എഴുതിയെടുക്കണം. നമുക്കിത് ഭാവിയിൽ ആവശ്യം വരും. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ റെഡി അല്ലേ? അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. എല്ലാവരും ടീച്ചറുടെ കൂടെ തന്നെ വായിക്കണേ. അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എവിടെയും കാലില്ല പന്തൽ. എന്താ പറഞ്ഞിരിക്കുന്നേ? അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും അല്ലെ, എവിടെ എന്താണ്? കാലില്ല പന്തലാണ്. അപ്പൊ ഇവിടെ ഏതൊക്കെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? ഭൂമി, കടൽ, ആകാശം, പുഴ. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ? പന്തൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. പന്തൽ എന്ന് പറയുമ്പോ അല്ലെ നല്ല പരന്ന് കിടക്കുന്ന എന്തോ ആയിരിക്കണം അല്ലെ. നോക്കിക്കേ, ഭൂമി എങ്ങനെയാ? ഭൂമി ഉരുണ്ടാ കിടക്കുന്നേ. കടലോ? കടല് എല്ലായിടത്തും നോക്കിയാലും നമ്മൾ കടല് കാണും? ഇല്ല അല്ലെ. കാരണം എന്താ? പല സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടല് കാണാൻ പറ്റില്ല. കടൽ തീരമേ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കടലിനെയും പറയാൻ പറ്റില്ല. കടൽ നമുക്ക് വേണമെങ്കിൽ അല്ലെ. കാലില്ല പന്തൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? പന്തൽ എപ്പോഴും എവിടെയാ ഉണ്ടാവുക? മുകളിലല്ലേ ഉണ്ടാവുക. അപ്പൊ നോക്കിക്കേ, ഏതാവാനാ സാധ്യത? ആകാശം അല്ലെ. എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ആകാശം കാണാൻ പറ്റും. അപ്പൊ എന്തായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്റെ കൂട്ടുകാരെ? എന്താണ്? ആകാശം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ആകാശം വന്നതെന്ന് എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. ഇതാ നോക്കിക്കേ, വെള്ളമില്ല കടലിൽ ആളില്ല തോണി. എന്താ പറഞ്ഞിരിക്കുന്നത്? വെള്ളമില്ല കടലിൽ ആളില്ല തോണി. തോണി നമ്മൾ എങ്ങനെയാ വരയ്ക്കാന്നറിയാവോ നിങ്ങൾക്ക്? ഇങ്ങനെയല്ലേ. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ തോണിയെ കാണിക്കാറ്. അപ്പൊ ഏകദേശം ഇതുപോലെയുള്ള ആകൃതിയുള്ള ആരോ ആണ് അല്ലെ ഈ ഉത്തരത്തിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ കപ്പലാണോ, ചന്ദ്രനാണോ, സൂര്യനാണോ, നക്ഷത്രാണോ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ആകാശത്തല്ലേ. വെള്ളമില്ല കടലിൽ നിന്ന് കപ്പൽ എവിടെ ഉണ്ടാവുക? കടലിലല്ലേ. അപ്പൊ കപ്പലിലല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ ഉള്ളതാരാ? ചന്ദ്രൻ. നോക്കിക്കേ, ഇടയ്ക്ക് നിങ്ങൾ ആകാശത്തിലല്ലേ, ആകാശമാകുന്ന കടലിൽ ചന്ദ്രൻ എങ്ങനെ നിൽക്കാറുണ്ട്? ഇതുപോലെ ഉണ്ടാവാറില്ലേ, നമ്മൾ കാണാറില്ലേ. അപ്പൊ എന്ത് തന്നെയാ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? യെസ്, ഏതാണ്? ചന്ദ്രനാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ എന്റെ കുട്ടികൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ചന്ദ്രൻ വന്നിരിക്കുന്നതെന്ന്? പിടികിട്ടിയില്ലേ? യെസ്. അപ്പൊ എല്ലാരും മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ടീച്ചർ മറ്റൊരു ദിവസം നിങ്ങൾ എല്ലാരും കാണാൻ വേണ്ടി വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ, സീ യു, ടേക്ക് കെയർ.